നിങ്ങളുടെ കൈ ഒടിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? ഒരു എക്സ്റേ എടുക്കും അല്ലേ? ആ വെളുത്ത വര എക്സ്റേയിൽ വളരെ വ്യക്തമായി കാണാം. അതെ, ഒറ്റ നോട്ടത്തിൽ തന്നെ ഡോക്ടർക്ക് പറയാൻ സാധിക്കും ഒടിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന്. രോഗനിർണയം അവിടെ വളരെ എളുപ്പമാണ്. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു സമൂഹം ഒന്നാകെ തകരുമ്പോൾ എന്ത് സംഭവിക്കും? അത്തരമൊരു പ്രശ്നത്തിന് എങ്ങനെയാണ് നമുക്കൊരു എക്സ്റേ എടുക്കാൻ സാധിക്കുക? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഒരു സമൂഹത്തിന്റെ തകർച്ച എക്സ്റേ എടുത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അതെ, 19-ാം നൂറ്റാണ്ടിലെ മലബാറിൽ, അതായത് ചോരപ്പുഴയൊഴുകിയ ഒരു കൂട്ടം കലാപങ്ങളെ ബ്രിട്ടീഷുകാർ ഇത്തരത്തിലൊരു എക്സ്റേയിലൂടെ എന്ന പോലെ നോക്കിക്കണ്ടു. പക്ഷേ അവർക്ക് ആ ഫലം വായിക്കുന്നതിൽ വളരെ വലിയൊരു തെറ്റുപറ്റി. ഭയങ്കര വലിയൊരു തെറ്റാണ് അവിടെ പറ്റിയത്. അതെ, ആ തെറ്റായ രോഗനിർണയം പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന അക്രമങ്ങൾക്കും പിന്നെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കുമാണ് വഴിവെച്ചത്. ഈ ചരിത്രരേഖകളിലൂടെ നമ്മൾ ഇന്ന് വിശദമായി സഞ്ചരിക്കുമ്പോൾ, അതായത് ഈ പഠനത്തിൽ 1836 മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെയുള്ള മലബാറിന്റെ ചരിത്രം ശരിക്കും എത്രത്തോളം സങ്കീർണമായിരുന്നു എന്ന് നമുക്ക് കാണാം. മാപ്പിള ലഹളകളുടെ യഥാർത്ഥ കാരണങ്ങൾ, കാർഷിക പ്രശ്നങ്ങൾ, പിന്നെ ദേശീയ പ്രസ്ഥാനങ്ങളിലേക്കുള്ള മലബാറിന്റെ ചുവടുവെപ്പ്, ഇതെല്ലാം കൃത്യമായ വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. തീർച്ചയായും ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണിത്. മലബാർ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് സുഗന്ധവ്യഞ്ജനങ്ങളും ശാന്തമായ കടൽത്തീരങ്ങളുമാകും അല്ലേ? അതെ, ഒരു സമാധാനമുള്ള സ്ഥലം. എന്നാൽ 1830കളിൽ അതായിരുന്നില്ല ഒട്ടും അവസ്ഥ. കർഷകർക്കും ഉടമകൾക്കുമിടയിൽ വലിയ വിടവുകളുള്ള, ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു അഗ്നിപർവ്വതമായിരുന്നു അന്നത്തെ മലബാർ. ഒരു അഗ്നിപർവ്വതം. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച സമയത്ത് നിന്ന് തന്നെ തുടങ്ങാം. അതായത് 1836 മുതൽ 1853 വരെയുള്ള കാലഘട്ടം. ഏറനാട്, വള്ളുവനാട് താലൂക്കുകൾ ശരിക്കും ഒരു യുദ്ധഭൂമി പോലെയായിരുന്നു അന്ന്. അതെ, ആ കാലഘട്ടം രേഖകളിൽ വളരെ വ്യക്തമാണ്. ഈ ചുരുങ്ങിയ കാലയളവിൽ അവിടെ നടന്നത് 12 വലിയ ലഹളകളാണ്. 12 ലഹളകൾ! വാവ്! ഇതിന്റെ എല്ലാം രീതി ഏതാണ്ട് ഒരുപോലെ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മാപ്പിളന്മാരുടെ ഒരു സംഘം വരുന്നു, ഹിന്ദുക്കളായ ജന്മികളെ, അതായത് ഭൂവുടമകളെ ആക്രമിക്കുന്നു, ക്ഷേത്രങ്ങൾ അശുദ്ധമാക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയായിരുന്നു പാറ്റേൺ. ഒറ്റ നോട്ടത്തിൽ ഇത് കേൾക്കുമ്പോൾ ഇതൊരു വർഗീയ കലാപമാണെന്നല്ലേ ആർക്കും തോന്നുക? പ്രത്യേകിച്ചും 1852 ഇത് അന്വേഷിക്കാൻ വന്ന ടീൽ സ്ട്രെയിഞ്ച് എന്ന ബ്രിട്ടീഷ് ജഡ്ജിക്ക് അങ്ങനെ തോന്നിയതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം കണ്ടത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളല്ലേ? സ്ട്രെയിഞ്ചിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതൊരു സ്വാഭാവിക നിഗമനമായി തോന്നാം. ഇതിലെ കൗതുകകരമായ കാര്യമെന്തെന്നാൽ അദ്ദേഹം കണ്ടത് പുറമെയുള്ള ലക്ഷണങ്ങൾ മാത്രമാണ്. എക്സ്റേയിലെ വെളുത്തുവര പോലെ. അതെ, തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെയും കൊല ചെയ്യപ്പെട്ട ജന്മികളെയും മുൻനിർത്തി ഈ കലാപങ്ങൾക്ക് പിന്നിൽ ബോധപൂർവമായ ഒരു മതഭ്രാന്ത് മാത്രമാണെന്ന് അദ്ദേഹം 1852 റിപ്പോർട്ടിൽ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഒരു ന്യായാധിപൻ എന്ന നിലയിൽ അദ്ദേഹം കാണാതെ പോയ, അല്ലെങ്കിൽ ബോധപൂർവം അവഗണിച്ച ഒരു വലിയ യാഥാർത്ഥ്യമുണ്ടായിരുന്നു അവിടെ. അത് മലബാറിലെ ഭൂവുടമ സമ്പ്രദായമായിരുന്നു. ഒന്ന് നിൽക്കട്ടെ, ആ ഭൂവുടമ സമ്പ്രദായം എന്തായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ടു പോകാനാകില്ല. കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, സ്വന്തമായി അധ്വാനിക്കുന്ന ഭൂമിയിൽ കർഷകന് യാതൊരു അവകാശവുമില്ലാത്തൊരവസ്ഥയായിരുന്നു അത്. അതെ, തീർത്തും അവകാശങ്ങളില്ലാത്ത അവസ്ഥ. അതായത് നമ്മളൊരു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ പാതിരാത്രിക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഉടമസ്ഥൻ നമ്മളെ ഇറക്കിവിടുന്നത് പോലെയുള്ളൊരവസ്ഥ. കൃത്യമായി പറഞ്ഞാൽ അതൊരു ത്രികോണാവസ്ഥയായിരുന്നു. ഏറ്റവും മുകളിൽ നികുതി പിരിക്കുന്ന ബ്രിട്ടീഷ് സർക്കാർ, നടുവിൽ ഭൂമിയുടെ പൂർണ്ണ അവകാശമുള്ള ജന്മികൾ, ഏറ്റവും താഴെ ഭൂമിയിൽ പണിയെടുക്കുന്ന എന്നാൽ യാതൊരു അവകാശവുമില്ലാത്ത കുടിയാന്മാർ. ഇവരിൽ ഭൂരിഭാഗവും അന്ന് മാപ്പിളമാരായിരുന്നു. ഓഹോ, അപ്പോ സാമ്പത്തികമായൊരു വലിയ അസമത്വം അവിടെ ഉണ്ടായിരുന്നു. നികുതി കൃത്യമായി ലഭിക്കാൻ ബ്രിട്ടീഷുകാർ എപ്പോഴും ജന്മികളുടെ പക്ഷത്തായിരുന്നു നിന്നിരുന്നത്. യാതൊരു കാരണവുമില്ലാതെ ഒരു ദിവസം പെട്ടെന്ന് കുടിയാനെ ഭൂമിയിൽ നിന്ന് പുറത്താക്കാൻ ജന്മിക്ക് അധികാരമുണ്ടായിരുന്നു. ഈ നിരന്തരമായ ഭയവും പട്ടിണിയുമാണ് അവരെ ആയുധമെടുപ്പിച്ചത്. എന്നാൽ സ്ട്രെയിഞ്ച് ഇതെല്ലാം സൗകര്യപൂർവ്വം അവഗണിച്ചു കളഞ്ഞു.
സ്ട്രേഞ്ച് അത് കണ്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം നിർദ്ദേശിച്ച പരിഹാരം തീർത്തും വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് എന്ന് വേണം കരുതാൻ. മതഭ്രാന്താണ് പ്രശ്നമെന്ന് അദ്ദേഹം വിധി എഴുതിയതോടെ 1854 ഈ ലഹളകളെ അതിക്രൂരമായി അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഒരു സേനയെ ഉണ്ടാക്കി, മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ MSP. അതെ, 1854 രൂപീകരിച്ച MSP പ്രശ്നം പരിഹരിക്കാൻ തോക്കിൻകുഴലുകൾ മതിയാകുമെന്നവർ കരുതി. പക്ഷെ അതുകൊണ്ട് യഥാർത്ഥ പ്രശ്നം അവസാനിച്ചോ? ഇല്ലല്ലോ. കാരണം 1855 മലബാർ ജില്ലാ മജിസ്ട്രേറ്റ് HV കനോലിയെ മുമ്പ് ശിക്ഷിക്കപ്പെട്ട 4 മാപ്പിളമാർ ചേർന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം ബംഗ്ലാവിൽ വെച്ച് കൊലപ്പെടുത്തുകയല്ലേ ചെയ്തത്? അതെ, അത് വലിയൊരു സംഭവമായിരുന്നു അന്ന്. അതായത് സ്ട്രേഞ്ചിന്റെ രോഗനിർണയവും അദ്ദേഹം നൽകിയ മരുന്നും പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഇത് കാണിക്കുന്നത്. ഈ പോലീസ് സേനയെ രൂപീകരിച്ചതുകൊണ്ട് അവർക്ക് സമാധാനം കിട്ടിയില്ല. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ധാർഷ്ട്യത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു കനോളിയുടെ കൊലപാതകം. പോലീസിനെ ഉപയോഗിച്ച് ഭയം വിതച്ചാൽ വിശക്കുന്നവന്റെ പ്രതിഷേധം അവസാനിക്കില്ല എന്ന് അവർക്ക് മെല്ലെ മനസ്സിലാകാൻ തുടങ്ങി. ഒരു സമൂഹത്തെ മുഴുവൻ അടിച്ചമർത്തി എത്ര കാലം അങ്ങനെ മുന്നോട്ടു പോകാനാകും? ഈ വലിയ തിരിച്ചറിവാണ് മലബാറിന്റെ ചരിത്രത്തിൽ തിരുത്തലുകളുടെ ഒരു പുതിയ അധ്യായം തുറക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കിയത്. ആഹാ, അവിടെയാണ് അന്വേഷണം ദാരിദ്ര്യത്തിലേക്കും കാർഷിക തകർച്ചയിലേക്കും വഴിമാറുന്നതല്ലേ? അതെ, പോലീസ് നടപടികൾ പരാജയപ്പെടുകയും അശാന്തി തുടരുകയും ചെയ്തതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഈ തിരുത്തൽ തുടങ്ങുന്നത് 1875-ലാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. വില്യം ലോഗൻ എന്ന പുതിയൊരു മലബാർ ജില്ലാ കളക്ടർ വരുന്നതോടെയാണ് കാര്യങ്ങൾ മാറുന്നത്. സ്ട്രേഞ്ചും വില്യം ലോഗനും തമ്മിലുള്ള ആ അന്വേഷണ രീതികളിലെ വ്യത്യാസം ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. സ്ട്രേഞ്ച് പോയ അതേ വഴിയിലൂടെ ലോഗനും സഞ്ചരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മലബാർ വീണ്ടും വലിയ ചോരക്കളമായേനെ. തീർച്ചയായും. പക്ഷേ 1881 ഈ ഭൂപ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സ്പെഷ്യൽ കമ്മീഷണറായി നിയമിതനായ ലോഗൻ ചെയ്തത് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. അദ്ദേഹം ബംഗ്ലാവിലിരിക്കാതെ ജനങ്ങൾക്കിടയിലേക്ക് നേരിട്ടിറങ്ങി. സ്ട്രേഞ്ച് ജന്മികളോട് മാത്രം സംസാരിച്ചപ്പോൾ ലോഗൻ കുടിയാന്മാരോട് സംസാരിച്ചു അല്ലേ? അതെ, ലോഗന്റെ അന്വേഷണ രീതി ചരിത്രത്തിൽ വളരെ നിർണായകമാണ്. 1882 അദ്ദേഹം സമർപ്പിച്ച മലബാർ കുടിയായ്മ റിപ്പോർട്ട് മലബാറിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന രേഖയായി മാറുന്നതങ്ങനെയാണ്. അക്കാലത്തെ കാണജന്മ മര്യാദകളെക്കുറിച്ച്, അതായത് ഭൂമി കൈവശം വെക്കുന്നവനും അതിൽ പണിയെടുക്കുന്നവനും തമ്മിലുള്ള സാമ്പത്തികവും സാമൂഹികവുമായ ബന്ധത്തെക്കുറിച്ച് വളരെ സൂക്ഷ്മമായാണ് ലോഗൻ പഠിച്ചത്. ആ റിപ്പോർട്ടിൽ അദ്ദേഹം എന്താണ് പ്രധാനമായും പറഞ്ഞത്? ഹിന്ദു ജന്മികൾക്ക് മാത്രം അവകാശം നൽകിയ ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി നയങ്ങളാണ് ഈ സംഘർഷങ്ങളുടെയെല്ലാം അടിസ്ഥാന കാരണമെന്ന് അദ്ദേഹം യാതൊരു മടിയുമില്ലാതെ തന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തി. വാവ്! ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ സ്വന്തം സർക്കാരിന്റെ നയങ്ങളെ ഇത്ര നിശിതമായി വിമർശിക്കുന്നത് ചെറിയ കാര്യമല്ല. പക്ഷേ ലോഗന്റെ ഈ റിപ്പോർട്ട് പെട്ടെന്നൊരു മാറ്റമുണ്ടാക്കിയോ എന്നതിലാണ് എനിക്ക് സംശയം. കാരണം 1887 ജന്മികളുടെ നിയമവിരുദ്ധമായ കുടിയൊഴിപ്പിക്കൽ തടയാൻ മലബാർ കുടിയായ്മ നഷ്ടപരിഹാര നിയമം കൊണ്ടുവന്നു എന്നും പിന്നീട് 1900 അത് ഭേദഗതി ചെയ്തു വിപുലീകരിച്ചു എന്നും നമ്മുടെ രേഖകളിൽ പറയുന്നുണ്ട്. അതെ, നിയമങ്ങൾ വന്നു. എന്നാൽ തുടക്കത്തിൽ ഈ നിയമം വലിയൊരു പരാജയമായിരുന്നു എന്നാണല്ലോ കാണുന്നത്. നിയമം പാസാക്കിയിട്ടും എന്തുകൊണ്ടാണ് പാവപ്പെട്ട കർഷകർക്ക് അതിന്റെ ഗുണം ലഭിക്കാതിരുന്നത്? അവിടെയാണ് നമ്മൾ നിയമവും പ്രായോഗികതയും തമ്മിലുള്ള അന്തരം കാണേണ്ടത്. നിയമം കർഷകർക്ക് അനുകൂലമായിരുന്നു എന്നത് ശരിയാണ്. നിയമവിരുദ്ധമായി കുടിയൊഴിപ്പിക്കപ്പെട്ടാൽ അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കണം എന്ന് നിയമം അനുശാസിച്ചു. പക്ഷേ ഈ നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ അവർ സിവിൽ കോടതികളിൽ പോകേണ്ടിയിരുന്നു. ഓ, കോടതി നടപടികൾ അത് അന്നത്തെ പാവപ്പെട്ടവർക്ക് താങ്ങാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അന്നത്തെ കാലത്ത് ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തൊരു പാവം കർഷകൻ എങ്ങനെയാണ് വലിയ തുക വക്കീലിന് ഫീസ് കൊടുത്ത് കോടതി കയറുന്നത്? നീതിന്യായ വ്യവസ്ഥ എന്നത് സമ്പന്നനായ ജന്മിയുടെ മാത്രം ആയുധമായി മാറി. അതുകൊണ്ടുതന്നെ ആ നിയമം കുറേക്കാലം കടലാസിൽ മാത്രം ഒതുങ്ങി. അത് വളരെ ഗൗരവമുള്ളൊരു പോയിന്റാണത്. നിങ്ങൾക്ക് അവകാശങ്ങളുണ്ടെന്ന് സർക്കാർ പറയുമ്പോഴും അത് നേടിയെടുക്കാനുള്ള സംവിധാനം നിങ്ങൾക്ക് അപ്രാപ്യമാണെങ്കിൽ പിന്നെ ആ അവകാശങ്ങൾക്ക് എന്തർത്ഥമാണുള്ളത്? ഒരുപക്ഷെ കർഷകർക്ക് അത് കൂടുതൽ നിരാശയുണ്ടാക്കിയിരിക്കാം.
എങ്കിലും ഈ നിയമം ഭാവിയിലെ വലിയ പോരാട്ടങ്ങൾക്ക് ഒരു മാനസികമായ അടിത്തറ നൽകിയിട്ടുണ്ടാകില്ലേ? തീർച്ചയായും. ആദ്യത്തെ നിയമങ്ങൾ പരാജയപ്പെട്ടെങ്കിലും അത് ഭാവിയിലെ ഭൂവകാശ പോരാട്ടങ്ങൾക്ക് വലിയ അടിത്തറ പാകി. അതിന്റെ ഫലപ്രാപ്തിയേക്കാളുപരി അതിലെ രാഷ്ട്രീയ വിജയമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. തലമുറകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന അനീതികളെ ഭരണകൂടം ആദ്യമായി ഔദ്യോഗികമായി അംഗീകരിച്ചു എന്നതാണ് പ്രധാന കാര്യം. മലബാറിൽ സമാധാനം കൈവന്നത് രേഖകൾ പരിശോധിക്കുമ്പോൾ വലിയൊരു സാമ്പത്തിക മാറ്റം ആ സമയത്ത് മലബാറിൽ സംഭവിക്കുന്നതായി കാണാം. സമാധാനവും ഈ സാമ്പത്തിക മാറ്റങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ടല്ലേ? ഇതൊരു വലിയ ചിത്രവുമായി ബന്ധിപ്പിച്ചു നോക്കിയാൽ നമുക്കത് എളുപ്പം മനസ്സിലാക്കാം. ദാരിദ്ര്യവും അന്ധമായ മതഭ്രാന്തമായിരുന്നു അതുവരെ ലഹളകളെ നിലനിർത്തിയിരുന്നത്. എന്നാൽ കാലക്രമേണ സമൂഹത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. സൈന്യം, തോട്ടങ്ങൾ, റെയിൽവേ, വാണിജ്യം, വ്യവസായം, ഇതിലൊക്കെ ആളുകൾക്ക് ജോലി കിട്ടിത്തുടങ്ങി. അതായത് ഒരു ജന്മിഭൂമിയിൽ നിന്ന് പുറത്താക്കിയാൽ ഒന്നുകിൽ പട്ടിണി കിടന്ന് മരിക്കുക അല്ലെങ്കിൽ ആയുധമെടുക്കുക എന്ന അവസ്ഥ മാറി. പകരം വേറൊരു ജോലിക്കു പോയി ജീവിക്കാം എന്നൊരു ഓപ്ഷൻ അവർക്ക് കിട്ടി. അതെ, കൃത്യമായി പറഞ്ഞു. ഒപ്പം തന്നെ സമുദായത്തിലെ സമ്പന്നർക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിച്ചതും സമാധാനാന്തരീക്ഷമുണ്ടാക്കി. വിദ്യാഭ്യാസം മനുഷ്യന്റെ ചിന്താശേഷി വർദ്ധിപ്പിച്ചു. തോക്കുകൾക്കും വാളുകൾക്കും പകരം ആശയങ്ങൾ കൊണ്ട് പോരാടാം എന്ന് അവർ തിരിച്ചറിഞ്ഞു. സാമ്പത്തിക പുരോഗതിയും സമാധാനവും തമ്മിലുള്ള ഈ ബന്ധം ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. വിശപ്പില്ലാത്തൊരു മനുഷ്യനെ അത്ര എളുപ്പം കലാപത്തിലേക്ക് തള്ളിവിടാനാകില്ല. ഈ വിദ്യാഭ്യാസവും തൊഴിലും ശരിക്കും കലാപങ്ങൾക്ക് പകരമുള്ളൊരു മികച്ച മാർഗമായി മാറി. അതെ, വളരെ ശരിയാണ്. ഈ വിദ്യാഭ്യാസവും പുതിയ ചിന്തകളും വെറുതെ പോയില്ല. വിദ്യാഭ്യാസവും രാഷ്ട്രീയ ബോധവും വർദ്ധിച്ചതോടെ മലബാറിലെ ജനങ്ങൾ പ്രാദേശിക ലഹളകളിൽ നിന്ന് സംഘടിതമായ ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് മാറുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ആ ഒരു മാറ്റം വളരെ വ്യക്തമായിരുന്നു. 1897 അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം ഇതൊരു പ്രധാന നാഴികക്കല്ലാണ്. സർ സി ശങ്കരൻ നായരായിരുന്നു അതിൽ അധ്യക്ഷത വഹിച്ചത്. അദ്ദേഹം ആ സ്ഥാനം വഹിച്ച ഏക കേരളീയനാണ് എന്നത് നമ്മൾ ഓർക്കണം. ഗാന്ധിയൻ അനാർക്കി എന്ന അദ്ദേഹത്തിന്റെ പുസ്തകമൊക്കെ വളരെ പ്രശസ്തമാണല്ലോ. ശരിയാണ്. അവിടെ നിന്നിങ്ങോട്ട് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ പതിയെ മലബാറിലേക്കും വേരുറപ്പിച്ചു തുടങ്ങി. 1903-ലും 1908-ലും കോഴിക്കോട് വെച്ച് രാഷ്ട്രീയ സമ്മേളനങ്ങൾ നടന്നു. സി വിജയരാഘവാചാരിയാർ അതിൽ പങ്കെടുത്തു. തുടർന്ന് കെ പി രാമൻ മേനോൻ, കെ പി കേശവമേനോൻ തുടങ്ങിയ നേതാക്കൾ മുൻകൈയെടുത്ത് മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് രൂപം നൽകി. പക്ഷേ ജനങ്ങൾ വൈകാരികമായി ഈ പ്രസ്ഥാനങ്ങളോട് അടുക്കുന്നത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടല്ലേ? അതെ. 1916-ലെ ആനി ബസന്റ് സ്ഥാപിച്ച ഹോം റൂൾ ലീഗിന്റെ ശാഖ മലബാറിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെയാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. 1911-ലെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം, അതായത് കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന ആ സംഭവം, അതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. കേവലം ഒരു രാഷ്ട്രീയ യോഗം എന്നതിലുപരി അതൊരു വലിയ വൈകാരിക പോരാട്ടമായിരുന്നു. ആ ഇറങ്ങിപ്പോക്കിന്റെ കാര്യമാണോ പറയുന്നത്? അതെ. ബ്രിട്ടീഷ് കളക്ടർ ഇന്നസ് ഒരു പൊതുയോഗം വിളിക്കുന്നു. വേദിയിൽ കെ പി കേശവമേനോൻ സ്വന്തം മാതൃഭാഷയായ മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ കളക്ടർ ഇന്നസ് അത് വിലയ്ക്കുന്നു. കളക്ടർ ഇന്നസിന്റെ ഈ നടപടി എങ്ങനെയാണ് ഭാഷാസ്നേഹത്തെയും പ്രാദേശിക വികാരത്തെയും ആളിക്കത്തിച്ചത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്വന്തം നാട്ടിൽ മലയാളം സംസാരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ആ അമർഷം, അതൊരു വലിയ ചരിത്രമുഹൂർത്തമായിരുന്നു. സ്വന്തം മണ്ണിൽ വെച്ച് മാതൃഭാഷ സംസാരിക്കാൻ ബ്രിട്ടീഷ് അധികാരിയുടെ അനുവാദം വേണമെന്ന അവസ്ഥ വന്നപ്പോൾ കേശവമേനോൻ അവിടെ നിന്ന് പ്രതിഷേധിച്ചിറങ്ങിപ്പോയി. കൂടെ സദസ്സിലുണ്ടായിരുന്നവരും അദ്ദേഹത്തെ പിന്തുടർന്നു. ഒരു ബുള്ളറ്റ് പോലും ഉപയോഗിക്കാതെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ മുഖത്തേറ്റ വലിയൊരു പ്രഹരമായിരുന്നു അത്. ആ ആവേശം പിന്നീട് വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് കാരണമായി. ഇതിന്റെയെല്ലാം ഒരു വലിയ പരിസമാപ്തി എന്ന നിലയിലാണ് 1920 ഏപ്രിൽ 28-ന് മഞ്ചേരിയിൽ വെച്ച് 5ാമത് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. ആനി ബസന്റ് ആയിരുന്നു അതിൽ അധ്യക്ഷ. അവിടെ വലിയൊരു പൊട്ടിത്തെറി നടന്നുവെന്ന് കാണുന്നുണ്ട്. എന്തായിരുന്നു ആ മഞ്ചേരി സമ്മേളനത്തിന്റെ പ്രാധാന്യം? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഉയർത്തുന്നു. മഞ്ചേരി സമ്മേളനം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് അതിന്റെ ശക്തമായ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പേരിലാണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന 1919-ലെ മാണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ തൃപ്തികരമല്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. അതോടൊപ്പം മലബാറിൽ ഉടനടി ശക്തമായ ഭൂപരിഷ്കരണം നടപ്പിലാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ഭൂപരിഷ്കരണം ആവശ്യപ്പെട്ടതോടെ
സമ്മേളനത്തിൽ ഒരു ഭിന്നതയുണ്ടായില്ലേ? തീർച്ചയായും. കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയൊരു വിഭാഗം ജന്മികളും ഭൂപ്രഭുക്കളും ഉണ്ടായിരുന്നു. ഭൂപരിഷ്കരണം ആവശ്യപ്പെട്ടതോടെ ഭൂപ്രഭുക്കൾ കോൺഗ്രസ് വിട്ടു. പ്രസ്ഥാനത്തിന്റെ നേതൃത്വം കർഷകർക്കും തൊഴിലാളികൾക്കും ഒപ്പം നിന്ന തീവ്ര നിലപാടുകാരുടെ കൈകളിലെത്തി. ശരിക്കും പറഞ്ഞാൽ ഈ മഞ്ചേരി സമ്മേളനത്തിലെ പിളർപ്പ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ആ വില്യം ലോഗന്റെ കാലത്തെ കാർഷിക പ്രശ്നങ്ങളുടെ തന്നെ രാഷ്ട്രീയമായ പ്രതിഫലനമായിരുന്നു അല്ലേ? 100% അതെ. ലോകൻ അന്ന് കണ്ട കാർഷിക പ്രശ്നങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ദേശീയ പ്രസ്ഥാനത്തെ തന്നെ രണ്ടായി പിളർത്താൻ തക്ക ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. ഭൂമിയിലെ അവകാശം എന്ന അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാതെ ഏത് മാറ്റം വന്നാലും അത് പൂർണ്ണമാകില്ല എന്ന യാഥാർത്ഥ്യമാണത് കാണിച്ചത്. ഇനി നമുക്ക് ഈ പഠിച്ച വിവരങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിലനിർത്താനുള്ള ഒരു ദ്രുത പരിശോധന നടത്താം. അതായത് ഒരു ഫാസ്റ്റ് ട്രാക്ക് റീകോൾ. രേഖകളിൽ നൽകിയിട്ടുള്ള ചില പ്രാക്ടീസ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്കൊന്ന് ഓർമ്മിപ്പിക്കാം. വർഷങ്ങളും സ്ഥാപനങ്ങളും വളരെ പ്രധാനമാണ്. അതെ, പരീക്ഷകൾക്കും ചരിത്ര പഠനത്തിനും ഈ കൃത്യമായ വിവരങ്ങൾ വളരെ നിർണായകമാണ്. നിങ്ങളിതൊന്ന് ഓർക്കാൻ ശ്രമിക്കൂ. 1862 ബ്രണ്ണൻ സ്കൂൾ സ്ഥാപിച്ചത് ബാസൽ മിഷൻ. 1877 സാമൂതിരി കോളേജ് ആരംഭിച്ചത് സാമൂതിരി കുടുംബം. പിന്നെ പാലക്കാട് സംരംഭമായി ഉയർന്നുവന്ന വിക്ടോറിയ കോളേജ്. ഇതിനൊക്കെ പുറമെ 1923 KP കേശവമേനോന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാതൃഭൂമി പത്രം. ഇതെല്ലാം രാഷ്ട്രീയ ബോധം വളർത്താൻ വലിയ പങ്കുവഹിച്ചു. അതെ, ഈ സ്ഥാപനങ്ങളൊക്കെയാണ് മലബാറിലെ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ബൗദ്ധികമായ അടിത്തറ നൽകിയത്. രാഷ്ട്രീയ സംഘടനകളുടെ രൂപീകരണവും നിങ്ങൾ ഓർക്കണം. 1921 ഒറ്റപ്പാലത്ത് വെച്ച് KPCC രൂപീകരിച്ചു. 1937 കോഴിക്കോട് വെച്ച് CSP അഥവാ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രഹസ്യയോഗം നടന്നു. 1939 പിണറായിയിൽ വെച്ച് CPI കേരള യൂണിറ്റുണ്ടായി. പിന്നെ 1942 കോഴിക്കോട് വെച്ച് IUML രൂപീകരിക്കപ്പെട്ടു. ഈ വർഷങ്ങളും പേരുകളും മത്സര പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്നവയാണ്. ഇതൊരു ചങ്ങലയിലെ കണ്ണികൾ പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റങ്ങളാണ്. അപ്പോൾ നമ്മൾ 1836 രക്തരൂക്ഷിതമായ ലഹളകളിൽ നിന്ന് തുടങ്ങി സ്ട്രെയിഞ്ചിന്റെ തെറ്റായ റിപ്പോർട്ടുകൾ കണ്ടു. പിന്നീട് വില്യം ലോഗന്റെ കൃത്യമായ ഇടപെടലുകൾ, തുടർന്ന് നിയമനിർമ്മാണങ്ങളിലൂടെയും സാമ്പത്തിക മാറ്റങ്ങളിലൂടെയും കടന്ന് 1920കളിൽ സംഘടിതമായ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലേക്കുള്ള മലബാറിന്റെ ചരിത്രയാത്രയെ നമ്മൾ ചുരുക്കത്തിൽ വിലയിരുത്തി. വളരെ സങ്കീർണവും എന്നാൽ ആദേശകരവുമായൊരു മാറ്റത്തിന്റെ ചരിത്രമാണിത്. അതെ. ഇവിടെ നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഒരു ചോദ്യം കൂടി ബാക്കി വെച്ച് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 1881 വില്യം ലോഗൻ നൽകിയ മുന്നറിയിപ്പുകൾ ബ്രിട്ടീഷ് സർക്കാർ അന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കി ഒരു മികച്ച ഭൂപരിഷ്കരണം നടപ്പിലാക്കിയിരുന്നെങ്കിൽ 1920കളിലെ വലിയ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഇതേ രീതിയിൽ സംഭവിക്കുമായിരുന്നോ? അതോ മലബാറിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതി തികച്ചും വ്യത്യസ്തമാകുമായിരുന്നോ? ഇതൊന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ. ഈ ചരിത്രാന്വേഷണത്തിൽ ഈ രേഖകളിലൂടെ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചതിന് ഒരുപാട് നന്ദി.